അപ്പൊ ഹലോ മച്ചന്മാരെ, വീണ്ടും സ്വാഗതം കേട്ടോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാലേ ഇതാ 2-3 ചിക്കൻ കട്ട് ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് അൽഫാം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പേ നമ്മള് അൽഫാം ചെയ്യണമെന്ന് കുറച്ച് നാളെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് സൗകര്യം ഒത്തു വന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചിക്കനൊക്കെ ഒന്ന് ഇതിന് കുറെ വേസ്റ്റ് ഉണ്ട്, നെയ്യുടെ പീസ് അത് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, കുറെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമ്മളിത് വൃത്തിയായിട്ട് ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് അൽഫാമിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ കഴുത്തിന്റെ ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഈ കാണുന്ന പോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഈ വശം നമുക്ക് അൽഫാമിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഭാഗങ്ങള് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ട് വരിട്ട് കൊടുക്കാം. നെടുക ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. അതുപോലെ കാലിന്റെ ഈ ഭാഗങ്ങളും വരയിട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കട്ടിങ് കഴിഞ്ഞിട്ടാ. ഇനി നമുക്ക് ഇതിന്റെ മസാലകൾ തയ്യാറാക്കി എടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പൊ ഇനി നമുക്ക് അൽഫാമിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല കൂട്ട് തയ്യാറാക്കണം. അതിനിപ്പോ നമ്മള് അടപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ചട്ടി ചൂടായിട്ട് ഒരു 12 വറ്റൽ മുളക്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകം ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്കായ, കറുകല ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണ്ടേ. അപ്പൊ ഇത് മൂത്ത് കെട്ടിയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഒരു സവാള, ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഒരു 12 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി 5 സാധനങ്ങളും കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് അൽഫാമിനുള്ള മസാല മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം മല്ലിമുളക്, കുരുമുളക്, കുറച്ച് സാധനങ്ങൾ വറുത്ത് എടുത്തില്ലേ, അത് പൊടിച്ച പൊടിയാണ് നമ്മളിത് ഈ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ കേട്ടോ. ഇത് നമുക്ക് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് പിഴിഞ്ഞു കൊടുക്കാൻ പോണേ കേട്ടോ.
അപ്പൊ നമ്മളിത് 2 നാരങ്ങ ഇതിൽ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ചിക്കനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് മച്ചാനൊരു 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. മണിക്കൂർ ഇരുന്നാലേ ശരിക്കും പിടിക്കുള്ളൂ എന്നൊന്ന്. അപ്പൊ നമ്മളെ ചിക്കനിൽ മസാലയൊക്കെ ശരിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് മസാല ആയിരുന്നു. നമ്മളൊരു 3 ചിക്കന് വേണ്ടി റെഡിയാക്കിയത് കറക്റ്റ് മസാല ആയി. അപ്പൊ നമുക്ക് ഈ സാധനം ഒരു 1-2 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവരും പോയി ചായ കുടിച്ചിട്ട് പോവാ. അപ്പൊ നമുക്ക് ഗ്രില്ല് വെക്കാനുള്ള അടപ്പ് സെറ്റ് ചെയ്യണം. അപ്പൊ ഒരു 4 കല്ല് വേണം നമുക്ക്. താബൂക്കട്ടൊന്ന് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല നാട്ടില്. ഉള്ളതൊക്കെ വെച്ചിങ്ങായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിങ്ങായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മള് ഗ്രില്ല് വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഗ്രില്ലൊന്ന് ചെറുതായിട്ട് വെച്ച് നോക്കട്ടോ. ഒന്നറിയണ പോലെ ഇവിടെ എന്താണ് ഉണ്ടാവണേന്ന്. കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ അതിന്റെ മേലെ വെക്കുമ്പോ സെറ്റായി കിട്ടിക്കോളും. കരി പൊട്ടിച്ചിട്ട് അതിലിട്ട് കൊടുക്കാം. കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് ഇതിന് തീ പിടിപ്പിക്കാം. കർപ്പൂരം ഇട്ടാലേ ശരിക്കും കത്തുള്ളതേ. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു 2-3 ചിരട്ട വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് തീ വെച്ച് കൊടുക്കാം കേട്ടോ. ചിരട്ടക്കല്ല് നമ്മള് കെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീശിയിട്ട് ഈ കരിമലക്ക് എല്ലായിടത്തേക്കും തീ പിടിപ്പിക്കണം. അപ്പൊ കൂട്ടുകാരെ ഈ സാധനം നമുക്ക് പരത്തിയിടാം. ഗ്രില്ലിന്റെ വലുപ്പത്തിന് കിട്ടാവുന്ന രീതിയിൽ പരത്തിയിടാം. നമ്മളെ കരിയൊക്കെ കത്തിച്ച് ഗ്രില്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാ. നമ്മളിത് ചിക്കൻ ഇനി ഗ്രില്ല് മേലേക്ക് വെച്ചു കൊടുക്കാൻ പോണേ. ഓരോ വശം ഇരിക്കട്ടെ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഓരോ സൈഡൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാട്ടോ. കാണാ വിട്ടു പോന്നു ഓരോ സൈഡ്. വെന്തിട്ടല്ല, എന്നാലും ഓരോ സൈഡ് ഇങ്ങനെ കരിയാൻ പാടില്ലല്ലോ. വീണ്ടും മറിച്ചു കൊടുക്കാം. സാധനം പൊടിഞ്ഞു തുടങ്ങി ഓരോ വശം. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ പുറത്ത് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഒരുപാട് ഓയിലാവരുത്, കാരണം അപ്പൊ അത് കനലിലേക്ക് വീണ് കനൽ കത്താൻ തുടങ്ങും. പിന്നെ ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പൊ വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഏത് ഭാഗത്തിന് തീ കൂടുതൽ കത്തുന്നത് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ അൽഫാം ചിക്കൻ ഏറെക്കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തുടങ്ങാം.
ഇതാണ് ശരിയായിട്ടുള്ള അൽഫാം ചിക്കൻ. ചില പീസുകൾ വിട്ട് 2 കഷ്ണമായി വെന്തപ്പോഴേ ഓരോ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ കൂട്ടുകാരെ, സമയമൊക്കെ ഒരുപാട് വൈകിട്ടാ. നമ്മള് കുറെ നേരം കൊണ്ടുള്ള പരിപാടിയാണ്. ഇപ്പൊ ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങി, രാത്രി ആവാറായി. അപ്പൊ ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. അപ്പൊ എങ്ങനെ ടേസ്റ്റ് നോക്കുന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. അപ്പൊ വേറെ മാർഗമൊന്നുമില്ല. ആ ക്യാമറമാൻ ഇവായോ, വേറെ ആരുമില്ല ടേസ്റ്റ് ചെയ്യാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ ക്യാമറമാൻ. അപ്പൊ അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. കഴിച്ചു നോക്കിട്ടോ. ഞാനും നൈസായിട്ട് കഴിച്ചു നോക്കട്ടോ. സൂപ്പറല്ല? അപ്പൊ ഞാൻ ചോദിക്കുന്നതിലും അതിന്റെ ക്യാമറമാൻ ഇങ്ങോട്ട് പറഞ്ഞ് സൂപ്പറാണ്. ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ലോ. അപ്പൊ അൽഫാമിന്റെ കൂടെ മയണൈസ് ഉണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം മറ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.